നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 6 വയസ്സുകാരൻ ഒരു നാടിനൊന്നാകെ ഒരു തീരാ നോവായി മാറിയിരിക്കുകയാണ്. സുഗാന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഖബറടക്കിയിരുന്നു. സുഗാന്റേത് മുങ്ങി മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വളരെയധികം വേദനയാണ്. പ്രത്യേകിച്ച് ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും അതുപോലെ തന്നെ നാട്ടുകാരും കേരളം ഒന്നടങ്കം ഈ കുട്ടിയുടെ വിയോഗത്തിൽ വളരെയധികം വേദനയോടെ ആയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാം, സുഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് 800 മീറ്റർ അകലെയുള്ള ഒരു കുളത്തിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയ ദുരൂഹത സംഭവത്തിലുണ്ട്. കാരണം പോലീസ് നായ ഈ ഒരു കുളത്തിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഇതൊരു അബദ്ധത്തിൽ വീഴാൻ പറ്റിയ സാഹചര്യമല്ല ആ കുളത്തിനുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം എങ്ങനെ ആ കുളത്തിൽ വന്നു എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. 2020 ദേവനന്ദയുടെ മരണം, അത് നമ്മളെല്ലാവരെയും ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു ദേവനന്ദയുടെ മരണം. ഈ സുഗാന്റെ മരണം കേൾക്കുമ്പോൾ പലരുടെ മനസ്സിലേക്ക് ദേവനന്ദയുടെ മരണവും കൂടി ഓർമ്മ വരും. 2020 6 വയസ്സുകാരിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, അത് നമുക്ക് മറക്കാനാകില്ല. അത് വളരെ ദുരൂഹതയുള്ള സംഭവമായിരുന്നു. ആ സംഭവത്തിൽ 4 യുവാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിട്ടയച്ചു. വീട്ടിലെത്തുമായിരുന്ന 2 പേരെയും സമീപവാസികളായ മറ്റു 2 പേരെയുമാണ് ചോദ്യം ചെയ്തത്. സ്ഥിരമായി കുട്ടിയുടെ വീട്ടിലെത്തുമായിരുന്ന 2 പേരെയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുമായ 2 യുവാക്കളെ, അങ്ങനെ 4 പേരെ ചോദ്യം ചെയ്തു. വലിയ തുമ്പൊന്നും കിട്ടിയില്ല. മാത്രമല്ല, ദേവനന്ദയുടെ വീടിന് സമീപത്തെ മറ്റു 2 യുവാക്കളെ അടക്കം ചോദ്യം ചെയ്തു. ഇവരിൽ ചിലർ കുട്ടിക്കൊപ്പം മൊബൈലിൽ കളിച്ചിരുന്നു എന്ന വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുകളുണ്ടായി, അന്വേഷണമുണ്ടായി. മാത്രമല്ല, വലിയ രീതിയിലുള്ള കാടടച്ചുള്ള അന്വേഷണമുണ്ടായി. പക്ഷേ ഇപ്പോഴും ദേവനന്ദയുടെ മരണത്തിലെ ദുരൂഹത വിട്ടുമാറിയിട്ടില്ല. കൊലപാതകമാണ് എന്ന് സംശയിത്തക്ക തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമില്ല. പിന്നെ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ലാത്തത്. ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ചിരുന്നു. ആറ്റിൽ നിന്ന് ശേഖരിച്ച ചെളിയുടെയും വെള്ളത്തിൻ്റെ പരിശോധന ഫോറൻസിക് സംഘം നടത്തിയിരുന്നു. കുട്ടിയുടെ വയറ്റിൽ കണ്ടെത്തിയ ചെളി ഏത് ഭാഗത്ത് നിന്ന് തിരിച്ചറിയാൻ വേണ്ടി പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ വളരെ വലിയ സമഗ്രമായ അന്വേഷണം നടത്തിയ ഒരു സംഭവമാണ് ദേവനന്ദയുടെ മരണം. ഇതുപോലെ വീട്ടിൽ നിന്ന് കാണാതായി പിന്നീട് കണ്ടെത്തിയത് കുളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ്. പക്ഷെ കുട്ടി എങ്ങനെ അതുവരെ എത്തി എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. തടയണയ്ക്ക് സമീപത്ത് വെച്ചല്ല ആറ്റിൽ അകപ്പെട്ടതെന്ന് ഫോറൻസിക് സംഘം പ്രാഥമിക നിഗമനത്തിലെത്തിയ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. വീടിന് സമീപത്തുള്ള കൽപ്പടവിൽ നിന്നാകാം കുട്ടി ആറ്റിൽ അകപ്പെട്ടതെന്നാണ് സംശയം. അതേസമയം ശിശു മനോരോഗ വിദഗ്ധരെ കൊണ്ട് പ്രദേശം പരിശോധിപ്പിക്കാനും പോലീസ് തീരുമാനിച്ചിരുന്നു. ദേവനന്ദയുടെ മരണത്തിലെ സംശയം നീക്കാനായിരുന്നു പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഫോറൻസിക് സംഘം ഇളവൂരിലടക്കം പരിശോധന നടത്തിയത്. കുളിക്കടവിൽ മുങ്ങിത്താണ് കുട്ടി പുഴയുടെ ആഴമേറിയ ഭാഗത്ത് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടിയൊഴുക്കുണ്ടായിരുന്ന പുഴയിലൂടെ മൃതദേഹം ഒഴുകി മാറാനുള്ള സാധ്യതയുണ്ട്. തടയണയുടെ അടിയിലൂടെ ഒഴുകിയ മൃതദേഹം 300 മീറ്റർ അകലെ പൊങ്ങുകയായിരുന്നുവെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ നിഗമനം. കുട്ടിയുടെ വയറ്റിൽ ചെളിയുടെ അംശം കൂടുതലായിരുന്നു. തടയണയ്ക്ക് സമീപത്താണ് കുട്ടി ആറ്റിൽ അകപ്പെട്ടതെങ്കിൽ വയറ്റിലെ ചെളിയുടെ അംശം ഇത്രത്തോളം ഉണ്ടാകില്ലായിരുന്നുവെന്നും മൃതദേഹം മറ്റേതെങ്കിലും സ്ഥലത്ത് പൊങ്ങാൻ സാധ്യതയുള്ളതാണെന്നും ഫോറൻസിക് സംഘം കണ്ടെത്തിയിരുന്നു. അതേസമയം പ്രദേശത്ത് ശിശു മനഃശാസ്ത്രജ്ഞരെ എത്തിച്ച് പരിശോധിപ്പിക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം. ഇതിനായി കത്ത് നൽകിയിരുന്നു. നെടുമൺകാവ് ഇളവൂർ തടത്തിൽ മുക്ക് ധനീഷ് ഭവനിൽ പ്രദീപ് കുമാറിന്റെയും ധന്യയുടെ മകൾ ദേവനന്ദ 7 വയസ്സുകാരി, ഈ കുട്ടിയുടെ മരണമാണ് ഒന്നാകെ ദുരൂഹത പരത്തിയത്. അതായത് പോലീസിന്റെ കണ്ടെത്തലും നിഗമനങ്ങളും വിശ്വാസമില്ലാതെ ഇളവൂർ ഗ്രാമം ഇന്നും സ്ഥിതി ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ഏറെ ചർച്ചയായ 7 വയസ്സുകാരുടെ മരണം മുങ്ങി മരണമായി കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ചുവെങ്കിലും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 2020 ഫെബ്രുവരി 27-നാണ് വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന ദേവനന്ദയെ കാണാതായത്. വീടിനോട് ചേർന്ന് തുണി അലക്കിക്കൊണ്ടിരുന്ന അമ്മയുടെ അടുത്ത് നിന്ന് അകത്തേക്ക് പോയ കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. വിവരം നാടാകെ പരന്നു. നാട്ടുകാർ ഒന്നടങ്കം തിരച്ചിൽ നടത്തി. പോലീസിന്റെ എല്ലാ അന്വേഷണ വിഭാഗങ്ങളും ഫയർഫോഴ്സും അന്വേഷണത്തിൽ പങ്കാളിയായി. ഒരു പകലും രാവും നീണ്ട തിരച്ചിൽ നടന്നു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഉറക്കമൊഴിച്ച് കാത്തിരുന്ന ഇളവൂർ ഗ്രാമവാസികൾ, ബന്ധുക്കൾ നെഞ്ചുപിടച്ചിലൂടെ മകളെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞ് മകളെ കണ്ടെത്തുമെന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്ന പിതാവും മാതാവും അവരെല്ലാം വലിയ രീതിയിൽ വിഷമത്തിൽ ആഴ്ത്തിയായിരുന്നു ദേവനന്ദയുടെ ശരീരം അടുത്ത ദിവസം രാവിലെ പള്ളിമണ്ണാറിന്റെ കൈവഴിയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ മാറിയിട്ടില്ല. പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. എങ്ങനെ വീട്ടിൽ നിന്ന്, അതായത് അന്ന് ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് വാർത്തകൾ നമ്മൾ അറിഞ്ഞു. എങ്ങനെ കുട്ടി അവിടെ എത്തി, അല്ലെങ്കിൽ ആര് കൊണ്ടുപോയതാണ്,
ആണോ അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ അതിന് സൂചനകളിൽ ഒരു കൊലപാതകമാണെന്ന രീതിയിലുള്ള യാതൊരു സൂചനയുമില്ല. പക്ഷെ കുട്ടി എങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ ആ ഒരു മൃതദേഹം അവിടെ നിന്ന് എങ്ങനെ കണ്ടെത്തി എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. എന്താണ് സംഭവിച്ചത് അതിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നു. മുങ്ങി മരണമെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ പാലക്കാട് ചിറ്റൂരിലേക്ക് വരുമ്പോഴും ഈ കുട്ടിയുടെ മരണത്തിലും ദുരൂഹത സമാനമാണ്. അതായത് നാട്ടുകാരടക്കമുള്ളവർ സംശയം പ്രകടിപ്പിക്കുന്നത് ഈ സുഹാനെ കണ്ടെത്തിയ ആ ഒരു കുളത്തിൽ ആ കുട്ടി വീഴാനുള്ള ഒരു സാധ്യതയും ഇല്ല, അത്തരത്തിലുള്ള യാതൊരു സ്കോപ്പും ഇല്ല. അപ്പോൾ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയമുണ്ട് എന്ന് നാട്ടുകാരടക്കം സംശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സംശയമൊക്കെ ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പോലീസ് നായ എന്തുകൊണ്ട് ഈ കുളത്തിലേക്ക് പോയില്ല എന്നതൊരു ചോദ്യമാണ്. നമുക്കറിയാം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പോയ വഴിയിലൂടെ പോലീസ് നായ മണം പിടിച്ചു പോകും. പക്ഷെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ആ കുളത്തിലേക്ക് പോലീസ് നായ പോയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ചോദ്യം ബാക്കിയാവുകയാണ്. സുഗാന്റെ ഇത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. കാണാതായി 21 മണിക്കൂറിന് ശേഷമാണ് സുഗാന്റെ മൃതദേഹം വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സഹോദരനുമായി പിണങ്ങിയ സുഹാനെ വീട്ടിൽ നിന്നും കാണാതായത്. ചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീടിന് സമീപത്തെ പാടത്തും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പലവട്ടം തിരഞ്ഞു. പക്ഷെ സുഹാനെ കണ്ടെത്താൻ സാധിച്ചില്ല. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 800 മീറ്ററോളം മാറിയുള്ള കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞിന്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്നത് നാട്ടുകാർ ആദ്യം കാണുന്നു. അഗ്നിരക്ഷാസേനയെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇത്ര നേരം കുട്ടി എങ്ങനെ എത്തി എന്നതിലടക്കം അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുഗാന്റേത് മുങ്ങിമരണമാണെന്നും ശരീരത്തിൽ സംശയകരമായ മുറിവുകളോ ചതവുകളോ ഇല്ലെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കി. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സുഹാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടങ്ങിയ തിരച്ചിൽ 21 മണിക്കൂർ പൂർത്തിയാക്കിയപ്പോഴാണ് നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹാന് വേണ്ടി പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന. ശനിയാഴ്ച ഡോഗ് സ്ക്വാഡ് സമീപത്തെ മറ്റൊരു കുളത്തിന്റെ വരമ്പ് വരെ മണം പിടിച്ചു ചെന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കാൻ തീരുമാനമായത്. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങൾ ഉണ്ടായിരുന്നു. ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോഴും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ കുളം പരിശോധിച്ചിരുന്നില്ല. ഇതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു. ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല എന്നതും വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിലേക്ക് കുട്ടി നടന്നെത്താൻ സാധ്യതയില്ലെന്നതും രക്ഷാപ്രവർത്തനം നടത്തിയവർ കരുതി. അതേസമയം റോഡിനും കുളത്തിനും ഇടയിലായി കനാൽ ഉള്ളത് കൊണ്ട് തന്നെ നടന്നു പോകുന്ന കുഞ്ഞ് അബദ്ധത്തിൽ കുളത്തിൽ വീഴാനുള്ള സാധ്യത പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ദുരൂഹതകളൊക്കെ മാറട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.